ഹായ് ഫ്രണ്ട്സ്, മെമ്മറീസ് ട്രാവലോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ പത്രമാധ്യമങ്ങളുടെ സത്യസന്ധതയില്ലായ്മയ്ക്കും നിഷ്പക്ഷതയില്ലായ്മയ്ക്കും ഒക്കെ എതിരെ നെയ്യാറ്റിങ്കര മുതൽ കാസർഗോഡ് വരെ ഞാനും അച്ഛനും കൂടെ നടത്തിയ ഒരു പദയാത്രയുടെ വീഡിയോ ആയിരുന്നു. അപ്പം അതിൻ്റെ തുടർക്കഥയായിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ അടുത്തതായിട്ട് ഇപ്പം ഞാൻ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പത്രവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വീഡിയോ ആണ്. പത്രത്തെക്കുറിച്ചുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അച്ഛനൊരു 1980 മുതലുള്ള പത്രങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ അച്ഛൻ്റെ കയ്യിലുണ്ട്. അതോടൊപ്പം തന്നെ അച്ഛൻ പത്രത്തിൽ പല തവണകളായിട്ട് ഇട്ടിട്ടുള്ള ലേഖനങ്ങൾ, അതുപോലെ തന്നെ അച്ഛൻ്റെ സുഹൃത്തുക്കൾ മറ്റ് വെളി രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടു കൊടുത്തിട്ടുള്ള പത്രങ്ങളുടെ കളക്ഷൻസ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പദയാത്ര നടത്താനുണ്ടായതിൻ്റെ പ്രധാന കാരണം, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം കേട്ടോ. നിങ്ങളുടെ ഒന്നും സപ്പോർട്ടില്ലാതെ നമുക്ക് ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എനിക്ക് പത്രങ്ങളെ പറ്റിയുള്ള പരിചയം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ കുട്ടിക്കാലം തൊട്ട് തന്നെ ഞാൻ പത്രങ്ങൾ വായിച്ചിരുന്നു. വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും തുടങ്ങിയ കാലം മുതൽ എല്ലാ തരത്തിലുള്ള പത്രങ്ങളും വായിച്ചിരുന്നു. അങ്ങനെ വായിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലാണ് എനിക്ക് ഈ പത്രങ്ങളുടെ സത്യസന്ധത അല്ലെ നിഷ്പക്ഷതയെ സംബന്ധിച്ച് ഒരു സംശയം തോന്നി തുടങ്ങി. പത്രങ്ങളിൽ പണം കൊടുത്ത് വാർത്തകൾ വരുന്ന കാര്യവും അതുപോലെ തന്നെ വാർത്തകൾ പൂഴ്ത്തിവെക്കുന്ന കാര്യവുമൊക്കെ ഞാനങ്ങനെ കൂടുതലായിട്ട് പത്രങ്ങളെ പഠിക്കാൻ തുടങ്ങിയ കാലത്താണ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. 1980 മുതലുള്ള പത്രങ്ങൾ എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് ഒരു പത്രം പോലും വാങ്ങിക്കാൻ കഴിവില്ലാത്ത കാലത്ത്, സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ഒരു പത്രം വാങ്ങിക്കാൻ പോലും കഴിവില്ലായിരുന്നു. അതായത് 1980 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് 18 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ കാലത്ത് തൊട്ടുള്ള പത്രങ്ങൾ ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1982 എന്ന് പറയുമ്പോൾ എനിക്ക് 20 വയസ്സുള്ളപ്പോൾ എൻ്റെ പേര് വെച്ച് പത്രത്തിൽ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. 1982 മാതൃഭൂമി പത്രത്തിൻ്റെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എന്ന പങ്ക്തിയിൽ എൻ്റെ പേര് വെച്ചിട്ട് വാർത്ത വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 82 83 ഒക്കെ നിരവധി അഭിപ്രായങ്ങൾ ഞാൻ പത്രം വഴി എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ദേശാഭിമാനിയിലും എൻ്റെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് പത്രത്തോടുള്ള താല്പര്യം അത്രയ്ക്കും വളരെ വലുതായിരുന്നു. എൻ്റെ കയ്യിൽ എനിക്ക് ഒരു മുട്ടായി മേടിക്കാനുള്ള പൈസ പോലും മാറ്റി വെച്ചിട്ട് ഞാൻ പത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്. 1986 എനിക്ക് BSNL ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി കിട്ടുന്നത്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് യാതൊരു വരുമാനമില്ലാതിരുന്ന കാലത്തും ഞാൻ പത്രങ്ങൾ എവിടുന്നെങ്കിലും തേടിപ്പിടിച്ച് വായിക്കുകയോ അല്ലെങ്കിൽ സ്വന്തമാക്കുകയോ ചെയ്തു. എനിക്ക് മുട്ടായി മേടിക്കാനുള്ള പൈസ പോലും ഞാൻ സൂക്ഷിച്ചു വെച്ച് പത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആ പത്രങ്ങളെല്ലാം എൻ്റെ കയ്യിൽ ഒരു ശേഖരമായിട്ട് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പത്രത്തോടുള്ള താല്പര്യം വീണ്ടും പറയാവുന്ന ഒരു കാര്യം, എനിക്ക് അമേരിക്കയിലൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചു എന്ത് സാധനമാണ് കൊണ്ടുവരേണ്ടതെന്ന്. ഞാനപ്പോൾ പറഞ്ഞത് ഒരു വാച്ചോ അല്ലെങ്കിൽ അതുപോലെ വിലപിടിപ്പുള്ള എന്തോ സാധനമല്ല, ഞാൻ 2 പത്രം കൊണ്ടുവരാനാണ് ആ വ്യക്തിയോട് പറഞ്ഞത്. വാഷിങ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ് എന്നീ 2 പത്രങ്ങൾ 1993 ആ വ്യക്തി വളരെ ക്ലേശിച്ച് അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പത്രങ്ങൾ, എൻ്റെ അഭിപ്രായങ്ങൾ പ്രസിദ്ധീകരിച്ചു വന്ന പത്രങ്ങൾ എല്ലാം നിങ്ങളെ കാണിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ പത്രവുമായിട്ടുള്ള ബന്ധം അതിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. 1980 മുതൽ ഞാൻ ശേഖരിച്ചു വെച്ച പത്രങ്ങളുടെ ശേഖരമാണ് ഈ കാണിക്കുന്നത്. 1993 എൻ്റെ സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ന്യൂയോർക്ക് ടൈംസ് പത്രത്തിൻ്റെ കോപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. 1993 മാർച്ച് 21 ന്യൂയോർക്ക് ടൈംസ് പത്രമാണ് ഇത്.
ഇതിന് 100-ലധികം പേജുകളുണ്ട്. ഇതെല്ലാം ഈ പത്രത്തിൻ്റെ കൂടെ ഉള്ളതാണ്. ഇതെല്ലാം തന്നെ ഈ പത്രത്തിൻ്റെ കൂടെ ഉള്ളതാണ്. അതുപോലെ തന്നെ 1993 മാർച്ച് 7-ാം തീയതിയിലെ വാഷിങ്ടൺ പോസ്റ്റും അദ്ദേഹം എനിക്ക് കൊണ്ടു തന്നിരുന്നു. അതാണ് ഈ കാണുന്നത്. എനിക്ക് പത്രങ്ങളുമായിട്ട് ബന്ധം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ചില പത്ര റിപ്പോർട്ടുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് കാണിക്കുന്നത് 1982 മാർച്ച് 11-ാം തീയതി യുവവാണിയും പാരൽ വിദ്യാർത്ഥികളും എന്ന തലക്കെട്ടിൽ ആവശ്യങ്ങളും പരാതികളും എന്ന പങ്ക്തിയിൽ BP ഗോപാലകൃഷ്ണൻ നായർ തമ്പലക്കാട് എന്ന പേര് വെച്ച് എൻ്റെ അഭിപ്രായം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1983 മാർച്ച് 4-ാം തീയതി ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എന്ന പങ്ക്തിയിൽ മരച്ചീനിക്ക് പകരം റബ്ബർ എന്ന ഒരഭിപ്രായം എൻ്റെ പേര് വെച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1983 ജനുവരി 29-ാം തീയതി ബസ്സുകളിൽ ടേപ്പ് റെക്കോർഡർ ഘടിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1986 ജൂലൈ 31 PSC റാങ്ക് ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ പേര് വെച്ചുള്ള അഭിപ്രായം, ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശാഭിമാനി 1983 ഡിസംബർ 31-ാം തീയതി ആവശ്യങ്ങളും പരാതികളും എന്ന തലക്കെട്ടിൽ ഡിസ്പെൻസറി തുടങ്ങണം, തമ്പലക്കാട്ട് ഡിസ്പെൻസറി തുടങ്ങണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഗവൺമെൻറ് ഡിസ്പെൻസറി തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ പേര് വെച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പത്രങ്ങളിൽ നിന്നുള്ള ചില കോപ്പികൾ, അതായത് പഴയ പത്രത്തിൻ്റെ കോപ്പികൾ, അത് കേരളത്തിൽ നിന്നുള്ളതുകൊണ്ട് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള പല ഇംഗ്ലീഷ് പത്രങ്ങളും ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അത് ആദ്യമായിട്ട് EMS അന്തരിച്ച വാർത്തകൾ 1998 മാർച്ച് 20 EMS അന്തരിച്ചു എന്നുള്ള വാർത്ത ദേശാഭിമാനിയിൽ. ഇത് ദീപിക പത്രമാണ്. ഇത് മാർപ്പാപ്പ ഇന്ത്യയിൽ വന്നതിൻ്റെ ഒരു വാർത്തയാണ്. അത് 1986 ഫെബ്രുവരി 1. ഈ പത്രം വളരെ കീറിപ്പോയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ പത്രം എൻ്റെ കയ്യിൽ സൂക്ഷിച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവും. ഇത് 1984 കലാകൗമുദിയുടെ ഒരു ഫിലിം മാഗസിനാണ്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ് ഒക്ടോബർ 16 1983 സപ്ലിമെൻ്റ് പേജാണ്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ് 1987 മാർച്ച് 25 UDF അധികാരം നഷ്ടപ്പെട്ട ഒരു LDF അധികാരത്തിൽ കയറിയ ഇലക്ഷൻ റിസൾട്ട് വന്ന പത്രമാണിത്. ഇത് 1984 ജൂൺ 24 ഹിന്ദു പത്രത്തിൻ്റെ സപ്ലിമെൻ്റ് കോപ്പിയാണ്. 1984 ഒക്ടോബർ 23 ഹിന്ദുവിൻ്റെ ഒരു പേജാണിത്. എൻ്റെ എഡിറ്റോറിയൽ പേജാണ്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 1983 ഒക്ടോബർ 30 ഒരു സപ്ലിമെൻറ്റിൻ്റെ കോപ്പിയാണിത്. ഇത് 1982 ഡിസംബർ 31 കേരള കൗമുദി.
തിരുവനന്തപുരത്ത് പരക്കെ കൊള്ളിവെപ്പും അക്രമമൊക്കെ നടന്ന ഒരു ചാലക്കൊമ്പോളം കത്തിയേരി നിന്ന വാർത്തയൊക്കെയുള്ള ഒരു പത്രമാണിത്. 1982 ഡിസംബർ 31. ഇത് പേട്രിയറ്റ് പത്രത്തിൻ്റെ ഒരു സപ്ലിമെൻ്റ് കോപ്പിയാണ്. പേട്രിയറ്റ്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 1983 സെപ്റ്റംബർ 11 ഒരു സപ്ലിമെൻ്റ് കോപ്പി. 1983 സെപ്റ്റംബർ 11 കോപ്പി തന്നെയാണ് ഇതും. ഇത് ടൈംസ് ഓഫ് ഇന്ത്യ പത്രം 1983 ജനുവരി 23. 1983 ജനുവരി 23 ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ട് പേജാണ് ഈ കാണിക്കുന്നത്. ഇത് ട്രിബ്യൂൺ പത്രത്തിൻ്റെ സപ്ലിമെൻ്റ് കോപ്പിയാണ്. 1984 മാർച്ച് 25. ഇത് ചണ്ഡീഗഡിൽ നിന്ന് ഇറങ്ങുന്ന പത്രമാണ്. ചണ്ഡീഗഡിൽ നിന്നുള്ള ഒരു ഇംഗ്ലീഷ് പത്രമാണ്. അതിൻ്റെ ഒരു സപ്ലിമെൻ്റ് ഒരു കോപ്പി ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് സുന്ദരയ്യ, CPM നേതാവ് സുന്ദരയ്യ മരിച്ച ദിവസത്തെ പത്രം. 1985 മെയ് 20. സുന്ദരയ്യ അന്തരിച്ചു 1985 മെയ് 20. ഇത് ഹിന്ദുസ്ഥാൻ ടൈംസ്, ന്യൂഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഹിന്ദുസ്ഥാൻ ടൈംസ് ഇംഗ്ലീഷ് ദിനപത്രം. അതിൻ്റെ സപ്ലിമെൻ്റ് 1985 സെപ്റ്റംബർ 29. ഇത് ഈ നാടെന്ന് പറഞ്ഞൊരു പത്രം കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ 1984 ഒക്ടോബർ 23 കോപ്പിയാണിത്. ദീപികയുടെ വാരാന്ത പതിപ്പ് 1983 ഒക്ടോബർ 15. ചണ്ഡീഗഡിൽ നിന്നുള്ള ട്രിബ്യൂൺ പത്രത്തിൻ്റെ 1985 സെപ്റ്റംബർ 28 അന്നത്തെ ഒരു അസംബ്ലി റിസൾട്ട് വരെ അതിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ആ പത്രത്തിലുണ്ട്. ഞാൻ അതിനുവേണ്ടി തന്നെ അത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അന്ന് അത് അയച്ചു വരുത്തിയത്. അത്രയും 1985 സെപ്റ്റംബർ 28 ട്രിബ്യൂൺ, ചണ്ഡീഗഡിൽ നിന്നുള്ള ട്രിബ്യൂൺ പത്രത്തിൻ്റെ കോപ്പി. 1988 ദേശാഭിമാനി ദിനപത്രം നവംബർ 27. പാർലമെൻറ്റ് അധികാരം കുറയ്ക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളൊരു വാർത്തയുണ്ട് അതിൽ. മാവൂർ ഗ്വാളിയർ റയോൺസ് തുറക്കുന്നു എന്ന് പറഞ്ഞുള്ള 1988 സെപ്റ്റംബർ 16 ദേശാഭിമാനി ദിനപത്രം. മാവൂർ ഫാക്ടറി അടഞ്ഞു കിടക്കുകയായിരുന്നു, അത് തുറക്കുന്ന ഒരു വാർത്ത ദേശാഭിമാനി. ഇത് സൺഡേ മെയിൽ പത്രത്തിൻ്റെ ഒരു കോപ്പിയാണ്. സൺഡേ മെയിൽ ഒക്ടോബർ 27 1991. ഇത് ഹിന്ദു പത്രത്തിൻ്റെ 1986 സെപ്റ്റംബർ 23. ഈ പത്രത്തിനൊരു പ്രാധാന്യമുണ്ട്. അതായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാമതായിട്ട് ഒരു ക്രിക്കറ്റ് ടെസ്റ്റ് ടൈയിൽ അവസാനിച്ചു. അത് ആ പത്രത്തിൻ്റെ കോപ്പി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണിത്. മദ്രാസ് ടെസ്റ്റ് എൻഡ്സ് ഇൻ എ ഹിസ്റ്റോറിക് ത്രില്ലിംഗ് ടൈ. ദ ഒബ്സർവർ പത്രത്തിൻ്റെ ഒരു കോപ്പിയാണ്. അത് 1991 ജൂൺ 6. ദ ഒബ്സർവറിൻ്റെ ബാക്കിയാണ്. ദീപിക പത്രം 1983 ജൂൺ 25. ലോകകപ്പ് ഇന്ത്യ 1983 ഇന്ത്യ ലോകകപ്പ് നേടുമ്പോൾ അതിൻ്റെ ഫൈനലിൻ്റെ ദിവസം വന്ന പത്രമാണിത്. ഇന്ത്യക്കോ വിൻഡീസിനോ എന്ന് അവരൊരു ഹെഡിങ് കൊടുത്തിരിക്കുന്നു. ഇന്ത്യയാണ് അന്ന് വിൻഡീസ് ഫൈനൽ ലോകകപ്പ് നേടിയത്. അതിൻ്റെ തലേദിവസത്തെ പത്രം. ആയിരത്തി 1983 മാർച്ച് 6 മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഒരു പേജ് മുറിഞ്ഞതാണെങ്കിലും കേരള കൗമുദി 1983 നവംബർ 13 അതിൻ്റെ സപ്ലിമെൻറ്റിൻ്റെ കോപ്പിയാണ്. ഈനാട് പത്രം 1987 മാർച്ച് 26. 87 പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്ന ഒരു
ഇലക്ഷനാണ്. അതിൻ്റേതാണ് വങ്കദേശത്ത് ചുവപ്പ് തരംഗം എന്ന് പറഞ്ഞുള്ള വാർത്ത ഈനാട് പത്രം കൊടുത്തിരിക്കുന്നു. 1984 ഒക്ടോബർ 15 ഹിന്ദു ദിനപത്രമാണിത്. ഇതിനകത്ത് ഇന്ദിരാഗാന്ധി ഒരു ജാഥയിലെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന വാർത്തയാണ് കൊടുക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒക്ടോബർ 15 പത്രമാണിത്. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത്. അതിന് 16 ദിവസം മുമ്പുള്ള ഒരു വാർത്ത അടങ്ങിയ പത്രമാണിത്. മാർച്ച് 22 കേരള മോദിയുടെ സപ്ലിമെൻ്റ്. ഇത് ദീപിക ദിനപത്രത്തിൻ്റെ 1991 ജൂൺ 9 ദീപികയുടെ വാരാന്ത പതിപ്പ്. ഗോദാവരി തീരത്തെ ചുവന്ന ദിനങ്ങളെന്നും പറഞ്ഞൊരു സപ്ലിമെൻ്റ്. അത് PWG, അതായത് ഒരു നക്സൽ ഗ്രൂപ്പായിരുന്നു. പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിനെ സംബന്ധിച്ചുള്ള ഒരു സപ്ലിമെൻറ്റിലൊരു തുടർ പരമ്പരയായിട്ട് വന്നതാണ് ഗോദാവരി തീരത്തെ ചുവന്ന ദിനങ്ങൾ. 1982 ഡിസംബർ 12 എക്സ്പ്രസ് മാഗസിൻ സപ്ലിമെൻ്റാണ് ഇത്. 1984 ഓഗസ്റ്റ് 20 ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ ഫ്രണ്ട് പേജാണ് കാണിക്കുന്നത്. ട്രിബ്യൂൺ ദിനപത്രം 1985 സപ്ലിമെൻ്റ് 1985 സെപ്റ്റംബർ 29. 1985 ഡിസംബർ 3 ദീപിക ദിനപത്രത്തിൻ്റെ ഒരു പേജ്. 1984 ഡിസംബർ 23 ഇന്ത്യൻ എക്സ്പ്രസ്, അമിതാഭ് ബച്ചൻ്റെ ഒരു പടത്തോടു കൂടിയ. ഹിന്ദു സപ്ലിമെൻ്റ് ജൂൺ 24 1984. ഹിന്ദുസ്ഥാൻ ടൈംസ് അതിൻ്റെ എഡിറ്റോറിയൽ പേജാണ് 1985 സെപ്റ്റംബർ 19. ഇത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സപ്ലിമെൻ്റാണ് 1986 ഓഗസ്റ്റ് 3. 1988 ഡിസംബർ 18 ദേശാഭിമാനി. തോപ്പിൽ കൃഷ്ണപിള്ള അന്തരിച്ചു എന്നുള്ള വാർത്ത അതിലുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് 1984 ജൂലൈ 23 അതിൻ്റെ എഡിറ്റോറിയൽ പേജ് സഹിതമുള്ള ഒരു വാർത്ത. 1985 ഞാൻ ജനറൽ നോളജ് 1985 എന്ന പേരുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതായത് പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികളും PSC ടെസ്റ്റ് എഴുതുന്നവർക്കും എല്ലാം പ്രയോജനപ്രദമായ ഒരു ചെറിയ പുസ്തകം. ആ 1980 ജനറൽ നോളജ് 1985 എന്ന പുസ്തകത്തിൽ ഞാൻ പത്രങ്ങളെ സംബന്ധിച്ചുള്ള 5-6 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ചോദ്യവും അതിൻ്റെ ഉത്തരവാണ് ഞാൻ പറയുന്നത്. അതിൽ ദി ഗാർഡിയൻ എന്ന ദിനപത്രം എവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്നു എന്ന ചോദ്യം ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദിനപത്രത്തിൻ്റെ പേരെന്ത്? ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട ദിനപത്രങ്ങൾ ഏതെല്ലാം? ചൈനീസ് ഗവൺമെൻറ് ഔദ്യോഗിക ദിനപത്രം. അമേരിക്കയിലെ പ്രധാന ദിനപത്രങ്ങൾ ഏതെല്ലാം? അന്നത്തെ ഒരു ചോദ്യങ്ങളായിരുന്നു അതിൽ ഉന്നയിച്ചിരുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ ഏതെല്ലാം? അതിൽ തന്നെ ആ 52ാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം. അത് ശ്രദ്ധിച്ചാൽ അറിയാം ഞാൻ അന്ന് എത്രമാത്രം പത്രത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിശദമാക്കുന്ന ഒരു ഉത്തരവാണത്. ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ്, സ്റ്റേറ്റ്സ്മാൻ, ഹിന്ദു, ട്രിബ്യൂൺ, അമൃതോസ പത്രിക, ആസാം ട്രിബ്യൂൺ, ടെലിഗ്രാഫ്, ഡെയിലി ടെലഗ്രാം, ഡെക്കാൻ ക്രോണിക്കിൾ, ഫ്രീ പ്രസ് ജേണൽ, ഫ്രീ പ്രസ് ബുള്ളറ്റിൻ, ആസാം എക്സ്പ്രസ്, ഇന്ത്യൻ നേഷൻ, സെർച്ച് ലൈറ്റ്, ഹിന്ദുസ്ഥാൻ ഈവനിംഗ് ന്യൂസ്, മോർണിംഗ് എക്കോ, പേട്രിയറ്റ്, നാഷണൽ ഹെറാൾഡ്, നവഹിന്ദ് ടൈംസ്, ഡെക്കാൻ ഹെറാൾഡ്, ഹിതവാഡ MP, ക്രോണിക്കിൾ, ഈവനിംഗ് ന്യൂസ് ഓഫ് ഇന്ത്യ, മിഡ് ഡേ, നാഗ്പൂർ ടൈംസ്,
ദി ഈസ്റ്റേൺ ടൈംസ്, ദ ന്യൂസ് ഓഫ് ദി വേൾഡ്, മോഡേൺ ഇന്ത്യ പത്രിക, പയനിയർ. ഇത്രയും പത്രങ്ങളെ സംബന്ധിച്ച് അന്ന് ഇൻ്റർനെറ്റിൻ്റെ ഒന്നും സൗകര്യമില്ലാതെ അത്രയും പത്രങ്ങൾ ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കുന്നെന്ന് സാധാരണഗതിയിൽ ഒരു ജനറൽ നോളജ് പുസ്തകത്തിൽ നമുക്ക് കിട്ടുന്ന വിവരമല്ലത്. അന്നത്തെ കാലത്ത് 1985 അത്രയും വിശദമായിട്ട് പത്രങ്ങളെ സംബന്ധിച്ച് എനിക്ക് എഴുതാൻ സാധിച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനം. എനിക്ക് പത്രമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ്. 1985 അത്രയും പത്രങ്ങളെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമാക്കുന്ന രേഖകൾ തന്നെയാണ്. മാധ്യമങ്ങളിലെ സത്യസന്ധതയില്ലായ്മയും നിഷ്പക്ഷതയില്ലായ്മയും സംബന്ധിച്ച് എനിക്ക് കൂടുതൽ അറിവ് പകർന്നു തന്ന കുറച്ച് പുസ്തകങ്ങൾ കൂടി ഈ അവസരത്തിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അത് ആദ്യത്തെ പുസ്തകം മാധ്യമ നുണകളുടെ പെരുമഴക്കാലം. അത് ജി വിജയകുമാർ എന്ന ആളാണ് അത് എഴുതിയിട്ടുള്ളത്. അത് മൈത്രി ബുക്സ് തിരുവനന്തപുരം പ്രസിദ്ധീകരിച്ച മാധ്യമ നുണകളുടെ പെരുമഴക്കാലം. ഈ പുസ്തകത്തിൽ മുഴുവൻ തന്നെ മാധ്യമങ്ങളുടെ നിഷ്പക്ഷതയില്ലായ്മയും സംബന്ധിച്ച് വളരെ വിശദമായിട്ട് ഈ പുസ്തകം മുഴുവനും തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ മുഖപേജിൽ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പക്ഷപാതിത്വം തുറന്നു കാണിക്കുന്ന കൃതി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അടുത്ത പുസ്തകം മാറുന്ന ലോകം, മാറുന്ന മാധ്യമ ലോകം. NB രാജേന്ദ്രൻ എഴുതിയ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇതിലും മാധ്യമങ്ങളുടെ നിഷ്പക്ഷതയില്ലായ്മയെ സംബന്ധിച്ച് വളരെ കാര്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇത് NB രാജേന്ദ്രൻ തന്നെ എഴുതിയ പുസ്തകമാണ്, മലയാള മാധ്യമം അകവും പുറവും. ഈ പുസ്തകത്തിലും മാധ്യമങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് മാധ്യമങ്ങളുടെ അധിനിവേശം. എഡിറ്റർ ഫ്രാൻസിസ് കാരക്കാട്ട്. അത് പലരെഴുതിയ ലേഖനങ്ങളാണ്. ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റ്, ഡോൺ ബോസ്കോ കോളേജ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളുടെ അധിനിവേശം. ഇതിലും മാധ്യമങ്ങളുടെ തെറ്റുകൾ വളരെ വിശദമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് അടുത്ത പുസ്തകം മാധ്യമരംഗത്തെ ശ്വാനപക്ഷം. ഗോപാലകൃഷ്ണൻ കടപ്പ എഴുതിയ പുസ്തകമാണ്. ഇതിനകത്തും വളരെയേറെ കാര്യങ്ങൾ മാധ്യമരംഗത്തെ തെറ്റുകൾ വളരെ വിശദമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അടുത്ത പുസ്തകം ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ. ഇത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചതാണ്. വിജയകൃഷ്ണൻ, ബൈജു ചന്ദ്രൻ, എ പ്രഭാകരൻ, സണ്ണി ജോസഫ് എന്നിവർ ചേർന്ന് എഴുതിയ പുസ്തകം ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ. അതുപോലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഒരു പത്രപ്രവർത്തകനായിരുന്നു JV വിളനിലം. മാധ്യമങ്ങളും ആനുകാലിക സാമൂഹിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റേതാണ്. അതിലും വളരെയേറെ കാര്യങ്ങൾ മാധ്യമങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം തന്നെ മാധ്യമരംഗത്തെ നിഷ്പക്ഷതയില്ലായ്മ അല്ലെങ്കിൽ സത്യസന്ധത ഇല്ലായ്മ എല്ലാം തന്നെ വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്ന പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളിൽ അതെല്ലാം തന്നെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ പുസ്തകങ്ങളിലുണ്ട്. അതെല്ലാമാണ് ഇങ്ങനെ ഒരു ജാഥയിലേക്ക്, സ്വന്തം നിലയിൽ അങ്ങനെ ഒരു ജാഥ നടത്തേണ്ട ആവശ്യകതയിലേക്ക് എന്നെ എത്തിച്ചിട്ടുള്ളത്.